വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടും നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അനുഭവ വിവരണവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് എനിക്ക് കമൻസിൽ വന്ന ഒരു കാര്യമായിരുന്നു. കമൻറ്റിൽ ഒരു കുട്ടി പറഞ്ഞ കാര്യമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8 വർഷങ്ങൾക്ക് ശേഷം കൺസീവ് ആയി. ആ കൺസീവ് ആയതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അതിലൊരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് ഷെയർ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, എന്താ പറയുക, നിങ്ങൾ കമൻറ്റ് കാണുമ്പോഴേക്കും കമൻറ്റ് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും അത് എത്രത്തോളം ബെനിഫിഷ്യൽ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചേച്ചി കൺസീവ് ആയത്. അപ്പോൾ ഒരു ഹെൽത്തി പ്രഗ്നൻസി കിട്ടാനും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം കേട്ടോ. വിവാഹം കഴിഞ്ഞ് 8 വർഷമായി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. രണ്ടാൾക്കും പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. ഒരു ടൈം IUI ചെയ്തു, ഫെയിൽ ആയിപ്പോയി. അങ്ങനെ വന്നപ്പോഴേക്കും ഹസന് ഈ ട്രീറ്റ്മെന്റുകളൊന്നും വേണ്ടാന്നാണ് പറഞ്ഞത്. ഒരുപാട് ആദ്യം കേട്ടപ്പോഴേക്കും എനിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ആളുകൾ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് കാണുമ്പോഴേക്കും ഞങ്ങൾക്കില്ലാത്ത തോർത്ത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്തോറും ആ സിറ്റുവേഷനുമായിട്ട് ഞാൻ പൊരുത്തപ്പെടാനായിട്ട് തുടങ്ങി. ഹസന്റെ ഫിനാൻഷ്യലി ഉണ്ടായ പ്രോബ്ലംസ് കൊണ്ടാണ് പിന്നീട് അങ്ങോട്ടേക്ക് ട്രീറ്റ്മെന്റുകൾ എടുക്കാനായിട്ട് എനിക്ക് സാധിക്കാഞ്ഞത്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ തന്റെ ചാനൽ കണ്ടത്. അതിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഞാൻ ചാനൽ കാണാനായിട്ട് തുടങ്ങിയത്. ചാനൽ കാണും, കേൾക്കും എല്ലാം, പക്ഷെ ഒന്നും തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു കൂടുതലായിട്ടും കണ്ടത്. അങ്ങനെ ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് ഒക്കെ കണ്ടപ്പോഴേക്കും ഞാനും 3 ടിപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്തു. എനിക്ക് റിസൾട്ട് കിട്ടി. ഞാൻ ഫോളോ ചെയ്ത ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യത്തേത് ഈ ചേച്ചി ഫോളോ ചെയ്തത് ഗുവാവ ലീവ്സ്, അതായത് പേരക്കയില തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 4 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പേരക്കയിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പ്രഗ്നന്റ് ആകാമെന്നുള്ളത്. പേരക്കയില എന്ന് പറയുന്നത് പേരക്ക നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും വെയിറ്റ് ലോസിനും നമ്മുടെ BP കൺട്രോൾ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അത് നമുക്ക് നോർമലി കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. ഇനി ഇതെങ്ങനെയാണ് ഫെർട്ടിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ഇതിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ്സ് വെച്ചിട്ട് ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം, അതുപോലെ തന്നെ ഫോളേറ്റ്, ലിക്കോപ്പീൻ, പൊട്ടാഷ്യം, മാഗ്നീഷ്യം, അയൺ, വിറ്റമിൻസ്, മറ്റുള്ള എല്ലാം തന്നെ നമ്മുടെ LH ഹോർമോണിന്റെയും FSH ഹോർമോണിന്റെയും പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ലൂട്ടനൈസിംഗ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുമാണ് അണ്ടം വളരുന്നതിനും പൊട്ടുന്നതിനും നമ്മളെ സഹായിക്കുന്ന ഹോർമോൺസ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം തന്നെ ആ ഒരു പേരക്കയുടെ ഇലയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം വർദ്ധിക്കുന്നു. ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻസി കിട്ടുന്നില്ലെങ്കിൽ പല ആളുകൾക്കും പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദം കൊണ്ട് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് പണ്ടുള്ള സമയങ്ങളിൽ എങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നോ അതുപോലെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഉത്സാഹം അല്ലെങ്കിൽ ഒരു ആഗ്രഹം കുറഞ്ഞു വരിക. ഇത് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേരയില തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. പേരയിലയിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻസ് ഉപയോഗിച്ചിട്ട് ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. എസ്പെഷ്യലി നമ്മുടെ ഒരു ജനനേന്ദ്രിയത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. പുരുഷന്മാരിലും സ്ത്രീകളിലും ലിബിഡോ വർദ്ധിക്കുന്നതിന് ഇതുമൂലം അതൊരു ബെറ്റർ റിസൾട്ട് തരികയും ചെയ്യുന്നു. അടുത്തൊരു ബെനിഫിറ്റ് ആണ്, നമ്മുടെ ഫൈബ്രോയിഡ് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതുള്ളവർക്ക് അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഭാവിയിൽ ഫൈബ്രോയിഡ് വരാനായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെൻസ്ട്രേഷൻ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമുക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. കൃത്യമായിട്ട് ഓവുലേഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മെൻസ്ട്രേഷൻ വരണം. ഒരുപാട് പേർക്കുണ്ടാവുന്ന തെറ്റിദ്ധാരണ ആണ് എങ്ങനെയെങ്കിലും ബ്ലീഡിങ് വന്നാൽ മതി, അത് ഏത് ദിവസമാണ് വരുന്നതെന്ന് പലരും കണക്കാക്കാറില്ല. നമുക്ക് ഏതെങ്കിലും ഒരു മാസത്തെ ബ്ലീഡിങ് വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ 1-2 മാസം ഇടവിട്ട് എനിക്ക് ബ്ലീഡിങ് വരുന്നുണ്ട്, അപ്പോൾ സൈക്കിൾ റെഗുലർ ആണ്, പ്രശ്നമൊന്നും ഇല്ലാന്ന് അസ്യൂം ചെയ്ത് വെക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവരുടെ സൈക്കിളിന്റെ ലെങ്ത് വെച്ചിട്ട് അവർ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ബോഡിയിൽ സിംറ്റംസ് ഉണ്ടോ, ചേഞ്ചസ് ഉണ്ടോ, ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കാതെ വരുന്നു. കൃത്യമായിട്ട് നമ്മുടെ 21 ദിവസത്തിനും 35 ദിവസത്തിനും അകത്തല്ല നിങ്ങൾക്ക് മെൻസ്ട്രേഷൻ വരുന്നതെങ്കിൽ അത് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളാണ്. അതുപോലെ കൃത്യം ഡേറ്റും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അത് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളാണ്. അങ്ങനെ പോകുന്നവർക്ക് നിങ്ങൾ കൃത്യം ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ചാലും ചിലപ്പോൾ യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളോ
പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇതിനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പേരയില നിങ്ങളെ സഹായിക്കുന്നു. പേരയില ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ്. നമ്മളിപ്പോൾ കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളത്തിൽ, നിങ്ങൾ കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളത്തിൽ പേരയില ഇട്ട് കുടിക്കാം. അല്ലെങ്കിൽ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ കുറച്ച് പേരയില ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം നല്ല ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് അത് എത്രയാണോ എടുക്കുന്നത് നമുക്ക് കുടിക്കാൻ വേണ്ടത് അതിനേക്കാളൊരു ഡബിൾ വെള്ളം എടുത്തിട്ട് അത് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് നിങ്ങളത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏർലി മോർണിംഗിൽ അത് എടുക്കണമെന്നില്ല. ഗ്രാമ്പു വെള്ളം കുടിക്കുന്നവർക്ക് അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇതാണ് ഈ ചേച്ചി ആദ്യം തന്നെ ചെയ്തത്. രണ്ടാമതായിട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് പേരക്ക കഴിക്കുക. കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം അവരുടെ വീട്ടിലുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നും പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ടോ എക്സ്പെൻസ് കൂടുതലായിട്ട് ഉണ്ടാവുകയോ ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പാളി പോയാലും ഓക്കെ എന്നുള്ള രീതിക്കായിരുന്നു അവരുടെ മൈൻഡ് സെറ്റ് ആയിട്ടുണ്ടായത് കേട്ടോ. രണ്ടാമതായിട്ട് യൂസ് ചെയ്തത് അപ്പോൾ പേരക്കയാണ്. പേരക്കയിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേരക്കയിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും പ്രഗ്നൻസി കിട്ടാനും പ്രഗ്നൻസി സർവൈവ് ചെയ്ത് പോകാനായിട്ടും സഹായിക്കുന്ന ഒരു വിറ്റമിൻ ആണ്. ഇത് പേരക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ കുഞ്ഞിന് മറ്റുള്ള ഡിഫക്ട്സ് ഒന്നും ഇല്ലാതെ മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിന്റെ കണ്ടന്റും നമ്മുടെ ആ ഒരു പേരക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പേരക്ക ട്രൈ എടുക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ എഗ് ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ വിറ്റമിൻ സിയും ഫോളിക് ആസിഡും മാത്രമല്ല അയൺ, അതുപോലെ കാൽഷ്യം, വിറ്റമിൻ എ, പൊട്ടാഷ്യം എന്നിവയും പേരക്കയിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള പേരക്കയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 2 or 3 കഴിക്കുന്നതോടെ പ്രശ്നമില്ല. പക്ഷെ പുറത്തുനിന്ന് മേടിക്കുന്ന പേരക്കയാണെങ്കിൽ അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് കഴിക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ എന്താ പറയാ അത് വളരാൻ വേണ്ടിയിട്ടും അത് മൂക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം നമുക്ക് കൂടുതലായിട്ട് കിട്ടരുത്. കാരണം ആ കെമിക്കൽസ് യൂസ് ചെയ്ത് തന്നെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് ശരീരത്തിലോട്ട് എത്തുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന് മേടിക്കുന്ന പേരക്കയാണെങ്കിൽ അത് നല്ലതാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ ഉപയോഗിക്കുക. ഒരുപാട് വലിപ്പമൊക്കെയുള്ള പേരക്കൊന്നും യൂസ് ചെയ്യണം കേട്ടോ. നോർമലി നമുക്ക് കാണുമ്പോഴേക്കും ഇത് അത്യാവശ്യം കുഴപ്പമില്ല അങ്ങനെയുള്ള പേരക്ക നിങ്ങൾ യൂസ് ചെയ്യുക. തൊണ്ട് പൂർണ്ണമായിട്ടും ചെത്തിക്കളയാതെ നല്ലതുപോലെ വെള്ളത്തിലിട്ട് അതിന്റെ അഴുക്കൊക്കെ പോയതിനു ശേഷം തൊണ്ടോടുകൂടി നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വീട്ടിലുള്ളതാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നാച്ചുറൽ ആയിരിക്കും. നിങ്ങൾ എത്ര വേണമെങ്കിലും ഉപയോഗിക്കുക. നിങ്ങളുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് അത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്റെ സെമന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരുടെയും ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും കേട്ടോ. മൂന്നാമതായിട്ട് ഫോളോ ചെയ്ത ടിപ്പ് എന്ന് പറയുന്നത് കറിവേപ്പില തിളപ്പിച്ച് വെള്ളം കുടിക്കുക. അതുപോലെ കറിവേപ്പില ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക. സാധാരണ നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് കിട്ടാനും ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില. പക്ഷെ നമ്മൾ കാര്യം കഴിയുമ്പോൾ കറിവേപ്പില എന്ന് പറയുന്നത് പോലെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ കറിവേപ്പില മാറ്റി വെച്ചിട്ടാണ് കഴിക്കാറ്. എന്നാൽ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. കറിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ അനീമിയ ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനും ശരീരത്തിലെ ബ്ലഡ് ഡെഫിഷ്യൻസീസ് കൺട്രോൾ ചെയ്യുന്നതിനും സഹായിക്കുന്നു. ശരീരത്തിൽ ബ്ലഡിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും PCOD ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനും സ്ട്രെസ് ഓൾറെഡി ഉള്ളവർക്ക് അതൊന്ന് റിഡ്യൂസ് ചെയ്തിട്ട് ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസിന്റെ പ്രവർത്തനം നടക്കുന്നതിന് വേണ്ടിയിട്ടും വെയിറ്റ് ലോസ് എയിം ചെയ്യുന്നവർക്ക് വെയിറ്റ് ലോസിനും കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് അതായത് മലബന്ധം ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കറി ലീവ്സ് സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കോപ്പർ, മാംഗനീസ്, അയൺ, കാൽഷ്യം, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, അതുപോലെ പ്രോട്ടീൻ, ഫൈബർ, വിറ്റമിൻ സി, വിറ്റമിൻ എ, വിറ്റമിൻ ബി എന്നിവയെല്ലാം നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കാനും പീരിയഡ്സ് റെഗുലർ ആക്കി മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നതിനും ഇത് സഹായിക്കുന്നു. തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ പീരിയഡ്സും കൃത്യമായിട്ട് നടക്കണം. അത് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പുരുഷന്റെ സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അവരുടെ മോട്ടിലിറ്റിയും അതുപോലെ DNA സ്ട്രക്ചറും അതുപോലെ അതിന്റെ ആ ഒരു ലൈഫ് സ്പാനും ഒക്കെ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ കറി ലീവ്സ് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നതോ കറി ലീവ്സ് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കഴിക്കുന്നതോ സഹായിക്കുന്നു. ഇതിപ്പോ നിങ്ങൾ വീട്ടിൽ തന്നെയുള്ള കറി ലീവ്സ് ആണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് കഴിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പൊടി തളിക്കുന്നത് ഈ കറിവേപ്പിലാണ്. അതുകൊണ്ട് നല്ലതുപോലെ വെള്ളത്തിലിട്ട് കുറച്ച് നല്ലതുപോലെ നിങ്ങൾ വാഷ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കറി ലീവ്സ് ഉപയോഗിക്കുക. എളുപ്പത്തിൽ മുളച്ച് കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരു തണ്ട എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കുത്തി പിടിപ്പിച്ച് അത് വളർത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. അത്രയും ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും.
അപ്പോൾ ഇവരുടെ ഒരു സക്സസ് സ്റ്റോറി കേട്ടപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു കാര്യങ്ങളും പുറത്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്കിംഗ് ചെയ്യുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് വാക്കിംഗ് കൂടി ഒപ്പം ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും നമുക്ക് പണച്ചെലവൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകൾ പണം പലർക്കും സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ആളുകൾ നാച്ചുറലി ട്രൈ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയതാണ്. അത് മാത്രമായിരിക്കില്ല കേട്ടോ, ഇതുകൊണ്ട് മാത്രമായിരിക്കില്ല അവരുടെ ഒരു പീസ് ഓഫ് മൈൻഡ്. അതുപോലെ കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ അവർ ഫുഡിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പക്ഷെ ഏറ്റവും കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്ത് പറഞ്ഞത് ഈ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നിങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് പേരുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങളപ്പോൾ ചെയ്യാം കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ പേരമരം ഇല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഇലയെങ്കിലും പറിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.